ദൈവം പറഞ്ഞ സാരമില്ല, അമ്മരിപ്പം പുറകുറുക്കുന്നു, വെള്ളത്തിനല്ലേ, ആട്ട് കാര്യം ചെയ്യും, നീ അയച്ചെന്നാൽ പാറയോട് കൽപ്പിക്കുക, വെള്ളം ഞാനിപ്പം തരാം. ഉടൻ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞത് മോശ എന്ത് ചെയ്തു? പാറയെ അടിച്ചു. അടിച്ചപ്പോഴും എന്ത് സംഭവിച്ചു? വെള്ളം വന്നു, ജനമെല്ലാം കുടിച്ചു. മോശം ഇങ്ങോട്ട് മാറി, എന്നിട്ട് മരത്തെ ചാരിയുന്നു, കവന്നിങ്ങോട്ട് കുടിക്കുക. അപ്പം നന്ദി കേട്ടോമാർ, തൊട്ട് മുമ്പ് ഇവനൊക്കെ എന്തോ പറഞ്ഞേ, അതിപ്പം നന്ദിയില്ലാതെ നാണമില്ലാതെ കുനിഞ്ഞു കിടന്ന് വെള്ളം കുടിക്കുന്ന കണ്ടില്ലേ? എന്തൊക്കെയാ ദൈവത്തെ പറഞ്ഞേ, ഇത്രയും നടത്തിയ ദൈവത്തെ എന്തൊക്കെയാ അവന്മാർ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് അങ്ങോട്ട് അരിശം തീരുന്നില്ല. അപ്പം ഈ അരിശമെല്ലാം ഇങ്ങനെ പുള്ളി കാണിച്ചു കൊടുത്തപ്പോൾ ദൈവം പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. മോശേ, എന്താ ഇപ്പം നീ എന്തുവാ ചെയ്തേ? നീ ആ പാറ ചെന്ന് എന്തോ ചെയ്തേ? പാറ ചെന്ന് ഞാൻ എന്തോ പറഞ്ഞേ? പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. നീ എന്തോ ചെയ്തേ? ഞാൻ അടിച്ചു. എടാ, ഇവരാർക്കെതിരെയായി പിറുപുറത്തത്? ദൈവത്തിനെതിരെ അല്ലേ? ദൈവം ക്ഷമിച്ചിട്ട് വെള്ളം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ തമിഴിൽ പറയും, ആണ്ടവൻ കനിഞ്ഞാലും പൂജാരി കനിയത്തില്ല എന്ന് പറഞ്ഞ പോലെ, ദൈവം വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇങ്ങേർക്ക് അരിശം കൊണ്ട് കൊടുക്കാൻ വയ്യ. ഇങ്ങനെ ഈ അരിശം മൊത്തം എവിടെ തീർത്തേന്നറിയാമോ? കൈ കിട്ടുന്ന വടിയെടുത്തങ്ങ് അടിച്ചു. എന്തു പറ്റിയെന്നറിയാമോ? അദ്ദേഹം ആ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്താ ഞാനീ പറയാൻ വരുന്നത്. ദൈവം പറഞ്ഞ ആ തത്വത്തിന് എതിരായി പുള്ളി പ്രവർത്തിച്ചാണ്. എന്തു പറ്റി? ഒരു ശിക്ഷ കൊടുത്തു. എന്ത് ശിക്ഷയാണെന്നറിയാമോ? മോശയെ സംബന്ധിച്ചോളം ഏറ്റവും കടുത്ത ശിക്ഷയായിപ്പോയി. ഇവന്മാരെല്ലാം എന്ത് ചെയ്യും, പോയാലും നിന്നെ അവിടെ കൊണ്ടുപോകത്തില്ല. എന്തു പറ്റി? മോശയ്ക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല. മോശ ചെയ്ത തെറ്റെന്താ? മോശ ഒന്നുമില്ല, ഒരു ദേഷ്യത്തിൽ അടിയടിച്ചെന്നല്ലേ ഉള്ളൂ. നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യുന്നു? വലിയ സത്യം ഇതൊന്ന് പഠിക്കണം പ്രിയപ്പെട്ടവരെ, അല്ലേ? ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ, ഓക്കെ, യു സ്പീക്ക് ടു ദ റോക്ക്, നീ ആ പാറയോട് സംസാരിക്കുക, കൽപ്പിക്കുക, വെള്ളം ഞാൻ തരാം. പക്ഷെ മോശ എന്ത് ചെയ്തു? തൻ്റെ ആരിശവും ദേഷ്യവും നിമിത്തം വയലേറ്റ് ചെയ്ത് സംസാരിക്കുന്നവരും കൽപ്പിക്കുന്നവരും അടിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കും, വെള്ളം വന്നല്ലോ. അതെ, വെള്ളം ദൈവമല്ലേ തന്നത്, ജനം കുടിച്ച് തൃപ്തരാകുകയും ചെയ്തു. പക്ഷെ ശിക്ഷ കിട്ടിയത് ആർക്കാ? ഇതൊരു വലിയ തത്വം നമ്മൾ മനസ്സിലാക്കണം. ഡു നോട്ട് വയലേറ്റ് സ്ക്രിപ്ചറൽ പ്രിൻസിപ്പിൾസ്. വചനത്തിൻ്റെ വഴിവിട്ട് നമ്മൾ സൂക്ഷിക്കരുത്. അങ്ങനെ ചെയ്താൽ അവർക്കല്ല ശിക്ഷ, നമുക്കാ. ഇസ്രായേൽ ജനത്തിനല്ല ശിക്ഷ കിട്ടിയത്, മോശയ്ക്കാണ് കിട്ടിയത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അവിടെ നിർത്താം. ദൈവത്തിൻ്റെ പണി ദൈവത്തിൻ്റെ വഴിയിൽ ചെയ്യണം. ഗോഡ്സ് വർക്ക് ഷുഡ് ബി ഡൺ ഇൻ ഗോഡ്സ് വേ. ദൈവത്തിൻ്റെതാണ് വേലയെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് പ്രമാണമുള്ളൂ? ദൈവത്തിൻ്റെ വഴിയിലേ ചെയ്യാൻ പ്രമാണമുള്ളൂ, അല്ലേ? ദൈവത്തിൻ്റെ വേല എനിക്കിഷ്ടപ്പെട്ട വഴിയിൽ ചെയ്ത് അതങ്ങ് ഒടുവിൽ കാര്യം നടന്നാൽ പോരെ. അങ്ങനെ കാര്യം നടന്നാൽ പോരാ. ദി എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ്. ദൈവവേലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കൈക്കൂലി കൊടുത്തത്, ദൈവവേലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കള്ളമല്ല എഴുതി വെച്ചത്. പക്ഷേ ദൈവവേലയ്ക്കായിരുന്നെങ്കിൽ ദൈവ വഴിയിലൂടെ അത് പണിയാമായിരുന്നുള്ളൂ. കാര്യം മനസ്സിലായോ? ഇന്ന് ഒരുപാട് പേര് ദൈവവേല എന്നുള്ള പേരിൽ ദൈവത്തിൻ്റെതല്ലാത്ത വഴിയിലൂടെ അത് ചെയ്തെടുക്കാറുണ്ട്. തെറ്റാണ്. ലാസ്റ്റ് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് നിർത്തുക. മിനിസ്ട്രി മറ്റ് നോട്ട് ഓൺലി ബി സ്പിരിച്വൽ ബട്ട് ഓൾസോ സ്ക്രിപ്ചറൽ. എന്താണ് നമ്മുടെ ശുശ്രൂഷ? ആത്മീയ ശുശ്രൂഷ മാത്രമല്ല, അത് വചനപ്രകാരമുള്ള ശുശ്രൂഷയും കൂടെ ആയിരിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ രണ്ട് കള്ളം പറഞ്ഞിട്ട് എൻ്റെ മണ്ട രണ്ട് അന്യഭാഷയും കൂടെ പറയുമ്പം അത് സ്പിരിച്വലായെന്ന. ഒത്തിരി പേർക്ക് ആ തെറ്റ് പറ്റുന്നുണ്ട്. രണ്ട് കള്ളം പറഞ്ഞിട്ട് എൻ്റെ മണ്ട രണ്ട് അന്യഭാഷയും കൂടെ പറയുമ്പം അത് കവറപ്പായി. ഇല്ല, ആ കള്ളം പറഞ്ഞത് സ്ക്രിപ്ചറലല്ല. നിങ്ങൾ സ്ക്രിപ്ചർ വയലേറ്റ് ചെയ്തു. പിന്നെ നിങ്ങളത് സ്പിരിച്വാലിറ്റി കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്തിനത് നിങ്ങൾക്കൊരു വാണിംഗ് തരിക. നമ്മളും ചെയ്യുന്ന ശുശ്രൂഷ, എൻ്റെ സഹോദരന്മാരെ എൻ്റെ മുഖത്തോട്ട് നോക്കിയേ, നിങ്ങളെ നാളെ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ, നിങ്ങളുടെ സഭ നിങ്ങളെ ശുശ്രൂഷ ഏൽപ്പിച്ചു വിട്ടാൽ നിങ്ങൾ സ്പിരിച്വലായിട്ട് എത്ര ചെയ്തു എന്ന് മാത്രമല്ല, ദൈവം നോക്കുന്നത് ഹൗ സ്ക്രിപ്ചറലി വെൽ യു ഡിഡ് ഇറ്റ്. ഈ വചനത്തിൻ്റെ ഒരു വഴിയുണ്ട്. ആ വഴി വിട്ട് നിങ്ങൾ എത്ര സ്പിരിച്വൽ എന്ന് പറഞ്ഞാലും ദൈവം മാനിക്കത്തില്ല. പെട്ടെന്ന് ചിലപ്പോൾ റിസൾട്ട് കണ്ടെന്നൊക്കെ ഇരിക്കാം, പക്ഷേ ഇൻ ദ ലോങ് റൺ ആർക്കാ ക്ഷയം വരുന്നതെന്നറിയാമോ?
ദൈവം ഈ പറഞ്ഞ പോലെ അവരുടെ കൊതിക്ക് ഇറച്ചിയിട്ട് കൊടുത്തു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരുടെ പ്രാണങ്ങൾക്ക് ക്ഷയം അയച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോഴത്തെ കൊതിക്ക് ഈ കാടപ്പക്ഷിയെ കിട്ടി, തിന്ന് മുക്കി കൂടെ ചാടി. പക്ഷേ ഇന്ന് ലോങ് റൺ എന്ത് പറ്റി? അവർക്കത് ശാപമായിട്ട് വന്നു. ഇതുപോലെ നമ്മളും ശുശ്രൂഷ അങ്ങോട്ട് തുടങ്ങുമ്പം അങ്ങോട്ട് കിടന്ന് ഉപവസിച്ച് പിടിച്ചു മേടിച്ച് ദൈവത്തിൽ നിന്നൊക്കെ നമ്മൾ ചിലതൊക്കെ പ്രാപിക്കും. പക്ഷേ ഇൻ ദ ലോങ് റൺ അത് നമുക്ക് അനുഗ്രഹമായിരിക്കത്തില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഞാൻ പറഞ്ഞോട്ടെ, ദൈവനോട് ക്ഷമിക്കട്ടെ. ദൈവം തൻ്റെ സ്നേഹത്തിൽ തരാത്തത് ചിലപ്പോൾ തൻ്റെ കോപത്തിൽ തരും. എനിക്കൊരു കൊച്ചു മോനുണ്ടെന്നിരിക്കട്ടെ, അവനൊരു പേന പിടിച്ച് എഴുതാനുള്ള പ്രായമായില്ല. അവനെൻ്റെ ഈ വില കൂടിയ പേന വേണമെന്നങ്ങ് കരയുക, ശാഠ്യം പിടിച്ച് വാശി പിടിച്ച് കരയുക. ഞാൻ ആദ്യം ഒത്തിരി പറഞ്ഞു നോക്കി, രക്ഷയില്ല. അവസാനം അവനങ്ങ് പരിധി വിട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് കൊണ്ടുപോ എന്നും പറഞ്ഞെടുത്ത് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അവനത് കൊണ്ടുപോയി. അവൻ്റെ കരച്ചിലും തീർന്നു, എല്ലാം തീർന്നു. അവൻ്റെ മുഖത്ത് ചിരി വന്നു. അവൻ ഇതും പൊക്കിക്കൊണ്ട് ഇങ്ങനെ, കണ്ടോ എൻ്റെ പപ്പ എനിക്ക് പേന തന്നു, കണ്ടോ കണ്ടോ. പക്ഷെ ഞാൻ എങ്ങനെ അവനാ പേന കൊടുത്തേ? എൻ്റെ സ്നേഹത്തിലാണോ കൊടുത്തേ? എൻ്റെ കോപത്തിലാണ് കൊടുത്തേ? ഇതുപോലെ നമ്മൾ ചിലപ്പം ഈ കിടന്നൊരു ഒത്തിരി നിർബന്ധവും വാശിയൊക്കെ പിടിച്ചാൽ അതിന് പല വഴികളും നമ്മൾ തേടും. ചിലപ്പോൾ ഉപവാസമായിരിക്കും, ചിലപ്പോൾ ഈ ദൈവത്തിൽ നിന്ന് പിടിച്ചെടുക്കലായിരിക്കും, പലതും ആയിരിക്കാം. പക്ഷെ ദൈവം ഇങ്ങ് തരും. നമ്മളതും കൊണ്ടിങ്ങനെ വീം പിടിച്ച് കിടക്കും. കണ്ടോ കണ്ടോ കണ്ടോ, ഞാൻ ഉപവസിച്ച് ഞാൻ പിടിച്ച് വാങ്ങിച്ചതാ, കണ്ടോ ഞാൻ ഇരുന്ന് മേടിച്ചതാ, ഞാൻ ഇരന്ന് മേടിച്ചതാ എന്നൊക്കെ പറയും. പക്ഷേ ഇൻ ദ ലോങ് റൺ അത് നമുക്ക് ഗുണമായിട്ട് വരത്തില്ല. ഒരിക്കൽ ഇസ്രായേൽ ജനം ചോദിച്ചു, ഞങ്ങൾക്ക് രാജാവിനെ വേണം, എല്ലാവർക്കും രാജാവാണ്, ഞങ്ങൾക്കും വേണം. ദൈവം പറഞ്ഞു, വേണോ? ഞാനല്ലേ നിങ്ങളുടെ രാജാവ്. ഞാൻ നിങ്ങളെ നയിക്കുന്ന പോലെ ഒരു രാജാവ് നയിച്ചാൽ ശരിയാവുമോ? അവരൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് രാജാവായിട്ട് ദൈവമുള്ളപ്പം നിങ്ങൾക്ക് എന്തിനാ വേറൊരു രാജാവ്? അന്നും പറഞ്ഞാൽ മനുഷ്യർ മനസ്സിലാവത്തില്ല. ശമൂലിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങ് വാ, അഴിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. എന്തായി തീർന്നു? അത് ഗുണമായോ? ഇല്ല. അപ്പോൾ രാജാവിനെ കൊടുക്കാതിരിക്കാമായിരുന്നല്ലോ ദൈവത്തിന്. പക്ഷെ ദൈവം കൊടുത്തു. ഈ പ്രിൻസിപ്പിൾസൊക്കെ നിങ്ങളും പഠിക്കണം പ്രിയപ്പെട്ടവരെ. ചില കാര്യങ്ങൾ നമ്മൾ വാശി പിടിച്ച് ചിലതൊക്കെ ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കും. അത് പിന്നത്തേതിൽ നമുക്കത്ര നന്മയല്ലാതായി തീരാറുണ്ട്. എന്തിനാണ് ഞാനത് പറഞ്ഞു വരുന്നത്? ലെറ്റ് us not violate the scriptural principles. അത് മറ്റൊരു ഭാഗമാണ്. ഞാൻ ഇന്നൊരു കാലത്ത് അടുത്ത മാസം ഞാൻ വരികയാണെങ്കിൽ ഞാനത് പഠിപ്പിക്കാം. എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ മേടിക്കണമെന്നും എന്തെല്ലാം മേടിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനത് പഠിപ്പിക്കാം. ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അവർ മിനിസ്ട്രി ഷുഡ് ബി വെരി സ്പിരിച്വൽ ബട്ട് ഓൾസോ സ്ക്രിപ്ചറൽ. എന്താണ്? നമ്മുടെ ശുശ്രൂഷ വളരെ ആത്മീയ ശുശ്രൂഷ തന്നെ ആയിരിക്കണം, പക്ഷേ വചനപ്രകാരവുമായിരിക്കണം, അല്ലെങ്കിൽ നിയമപ്രകാരമായിരിക്കണം. കേട്ട വനത്തിന് മുമ്പാകെ എല്ലാവരും തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങയുടെ വചനം, മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ കേട്ടു. കർത്താവേ, വചനം കേട്ട പല സമയത്തും സന്ദർഭത്തിലും എൻ്റെ ഉള്ളം കത്തിക്കൊണ്ടിരുന്ന കർത്താവേ, എപ്പോഴെങ്കിലുമോ ആ കത്തൽ മാറി എനിക്കൊരു കുത്തലും അനുഭവപ്പെട്ടു. പക്ഷെ അത് രണ്ടും നിൻ്റെ വചനമാണ് ഞാൻ കേട്ടതെന്നും നിൻ്റെ ആത്മാവാണ് എന്നിൽ പ്രവർത്തിച്ചതെന്നും എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ നിൻ്റെ ആത്മാവിനെ ഒട്ടും ദുഃഖിപ്പിക്കാതെ, നിൻ്റെ ആത്മാവ് എനിക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം തരുന്നതുകൊണ്ട് ഞാനത് മടങ്ങി അനുദപിച്ച് മാനസാന്തരപ്പെട്ട് അങ്ങനെ മുമ്പിൽ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പേര് താഴ്ത്തി സമർപ്പിക്കും? എത്ര പേര് താഴ്ത്തി സമർപ്പിക്കും? എത്ര പേര് താഴ്ത്തി സമർപ്പിക്കും? എല്ലാ കണ്ണുമടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, കേട്ട ദൈവവചനത്തിന് മുമ്പാകെ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ഞാൻ കേട്ടിരിക്കുന്ന കർത്താവെ, ഒരു മനുഷ്യൻ്റെ ഉപദേശമല്ല ഞാൻ കേട്ട, ഒരു സഭയുടെ ഉപദേശമല്ല, ദൈവസഭയിലെ അപ്പോസ്തലന്മാർ എങ്ങനെ നമ്മൾ പെരുമാറണം, ശുശ്രൂഷിക്കണം എന്നുള്ളത് വ്യക്തമായി അവൻ്റെ വചനത്തിലൂടെ നമുക്ക് എഴുതി തന്നത് നമ്മളിന്ന് കേട്ടിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ കേട്ടുവെങ്കിൽ നമുക്ക് വലിയ ഭാഗ്യമാണ്. അത് കേട്ടനുസരിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ അത് അതിലും വലിയ ഭാഗ്യമാണ്. കേട്ട് നമ്മളെ തന്നെ ചതിക്കാതെ അത് കേട്ട് അതനുസരിച്ച് അതാചരിച്ച് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ.
അതിനെ ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, കർത്താവേ, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. എന്നെ തന്നെ കർത്താവിൻ്റെ കുറവുകൾ നീ കാണിച്ചു തന്നാനായിട്ട് സ്തോത്രം. എൻ്റെ കുറവുകൾ ഞാൻ ഏറ്റുപറയുന്നു, എൻ്റെ പാപങ്ങൾ കർത്താവെ ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ അനുഭവിക്കുന്ന കർത്താവേ, എൻ്റെ തെറ്റ് കർത്താവെ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുന്നു കർത്താവേ. രാവിലെ മുതൽ കേട്ട ഓരോ കാര്യത്തിലും കർത്താവേ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നെ നീ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ നിനക്ക് അവിടെ നിന്ന് കൃപ തോന്നിയതിനായിട്ട് നന്ദി കർത്താവേ. അതിൽ ഞാൻ ഒരിക്കലും കർത്താവെ സങ്കടപ്പെടുകയല്ല, പകരം ഞാൻ സന്തോഷിച്ചുകൊണ്ട് ആ തെറ്റുകൾ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അത് തിരുത്താമെന്ന് സമ്മതിച്ചുകൊണ്ട് അതിനുള്ള കൃപയ്ക്കായി ഞാൻ അങ്ങയോട് ചോദിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞ് എല്ലാവരും ചോദിച്ചാട്ടെ, എല്ലാവരും ചോദിച്ചാട്ടെ, എല്ലാവരും ചോദിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.